പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. നൂറുകണക്കിന് മദ്യ ബോട്ടിലുകൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നാശനഷ്ടം പാലക്കാട് നഗരസഭ കണക്കാക്കിയിട്ട് പട്ടികജാതി വകുപ്പാണ് ഇപ്പൊ ഈ ഗ്രൗണ്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ സംഘാടകരോട് ഇതിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനായിട്ടുള്ള നടപടികളുമായി പാലക്കാട് നഗരസഭ മുന്നോട്ട്. എക്സൈസ് മന്ത്രി ഇതിന് ഉത്തരം പറയണം. 4ാം വാർഷികാഘോഷത്തിൽ NDP കേസിലെ പ്രതിയും കൊണ്ടാണ് പരിപാടി നടത്തുന്നത്. നഗരസഭയുടെ മുതൽ നശിപ്പിക്കുന്നതിന് നിങ്ങൾ കൂട്ടുനിൽക്കോ? 4ാം വാർഷികാഘോഷത്തിന് വേറെ ആരും കിട്ടിയില്ലേ? NDPS കേസിലെ പ്രതിയാണോ? അപ്പൊ ലഹരിമുക്ത കേരളം കൊണ്ട് നിങ്ങൾ എന്തിനാ നടത്തുന്നത്? പിന്നെ അത് അവസാനിപ്പിക്കും. അതിൽ കുറെ ലക്ഷങ്ങൾ ലാഭം കിട്ടുമല്ലോ. ഇതിൽ ഞങ്ങൾ ആരും വേടനെതിരല്ല. ഇതില് പാലക്കാട് നഗരസഭയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പാലക്കാടുകാരനായ എക്സൈസ് മന്ത്രി ലഹരിമുക്ത കേരളം എന്ന വലിയൊരു പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് 4ാം വാർഷിക ആഘോഷത്തിൽ ഇവിടെ ഒരു പരിപാടി നടത്തുന്നത് നിങ്ങൾ കൊണ്ടുവരുന്നത്? അതാണ് എന്റെ ചോദ്യം.